ഹലോ ഗായ്സ്, വെൽക്കം ടു ട്രാവൽ വ്ളോഗ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ബ്ലൂ ഗ്രോട്ടയിലാണ്, മാൾട്ടയിലെ. അങ്ങനെ നമ്മൾ ബ്ലൂ ഗ്രോട്ടയിൽ പോകാൻ വേണ്ടിയുള്ള ഫസ്റ്റ് ബസ് കയറി. അങ്ങനെ ഈ ബ്ലൂ ഗ്രോട്ട ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്ബാറിന് പോകുന്നുണ്ടെങ്കിൽ 2 ബസ് കയറി ഇറങ്ങണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബസ്സിൽ ഇപ്പോൾ അങ്ങനെ കയറിയേക്കാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ ഇറങ്ങി. ഇനി സെക്കൻഡ് പോയിന്റിലോട്ട് അടുത്ത നെക്സ്റ്റ് ബസ് കയറാൻ വേണ്ടിയിട്ട് അടുത്ത നെക്സ്റ്റ് ബസ് സ്റ്റേഷനിൽ നിൽക്കുവാണ്. വെയിറ്റിംഗ് ആണ്. നമ്മുടെ ബസ് ഇതുവരെ വന്നില്ല. ഇങ്ങനെ വായി നോക്കി നിൽക്കുവാണ് നമ്മളിങ്ങനെ. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ബസ്സിൽ കയറി. അങ്ങനെ ഇവിടുന്ന് നേരെ ബ്ലൂ ഗ്രോട്ടയിലോട്ടാണ് പോകുന്നത്. ഗായ്സ്, ഫൈനലി നമ്മളങ്ങനെ ബ്ലൂ ഗ്രോട്ടയിൽ റീച്ചായി. ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് അന്യായ ആംബിയൻസ് ആണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ രാവിലെ വന്നതുകൊണ്ട് നല്ല ഒരു ആംബിയൻസ് ആണ് ഇവിടെ വന്നപ്പോൾ തന്നെ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ആ പേര് പോലെ തന്നെ ഇവിടുത്തെ കടൽ പക്ക ബ്ലൂ കളറാണ് നമുക്ക് കാണാൻ. നല്ല ആംബിയൻസ് ആണ്. നമ്മൾ മോർണിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് കണ്ടിന്യൂല് ഉജാല വെള്ളം കളിക്കണമൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും. അത്ര അടിപൊളി ആംബിയൻസ് ആണ്. നമ്മൾ രാവിലെ വന്നിട്ട് നമുക്കിവിടെ ടൂറിസ്റ്റേഴ്സിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ മാത്രമല്ല, ഞാൻ വിചാരിച്ചു നേരത്തെ വന്നുകൊണ്ട് ആരും കാണത്തില്ല എന്നൊക്കെ. പക്ഷേ ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി രാവിലെ തന്നെ. അങ്ങനെ ഞാനും ചലഞ്ചറിനും കൂടെ ഞങ്ങൾ താഴോട്ട് നീങ്ങി തുടങ്ങി. നമ്മളെ പുള്ളിക്കൊരു തൊപ്പിയും മേടിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ തൊപ്പിയും നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ താഴോട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ചെറിയൊരു ഷോപ്പിലെത്തി. ഇവിടുത്തെ ക്യാപ്പിൻ്റെ വിലയൊക്കെ ഒരു €6, €7 ആ റേഞ്ചൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ ഒരു 550-650 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം ക്യാപ്പിനൊക്കെ. ഇവിടെ എല്ലാത്തിലും മാൾട്ടയുടെ എംബ്ലവും അതേ കണക്ക് തന്നെ മാൾട്ടയുടെ നെയിമും ബാഡ്ജിങ്ങും ഒക്കെ ഉള്ളൊരു തൊപ്പിയാണ് ഇവിടുത്തെ മൊത്തം. ഇവിടെ അതേപോലെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ ഞങ്ങൾ വന്ന ടൈമിൽ ഇവിടെ ബോട്ടിംഗ് ഒന്നും കണ്ടില്ല. പക്ഷേ ബോട്ടിംഗ് സർവീസൊക്കെ ഉണ്ടെന്നുള്ള ബോർഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു അത്ര ക്രൗഡ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ഇവിടുത്തെ കടലുണ്ടല്ലോ പക്ക നമ്മുടെ എന്താ പറയുക, പക്ക ഒരു ബ്ലൂ കളറിലാണ്. നമ്മുടെ ഒരു സ്വിമ്മിംഗ് പൂളിൽ കാണുന്ന അതേ കണക്കൊക്കെ നമുക്ക് തോന്നും. ഭയങ്കര രസമാണ് ഇവിടുത്തെ കടൽ കാണാൻ. നല്ല മനോഹരമായിട്ടുള്ള കടലാണ്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാ ടൂറിസ്റ്റേഴ്സും നമ്മുടെ മോസ്റ്റ്ലി ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിൽ നിന്നുള്ളവരൊക്കെ ഇവിടെ വരാറുണ്ട്. നല്ല ഫേമസ് ആയിട്ടുള്ളൊരു പ്ലേസാണ്, ട്രാവൽ ഡെസ്റ്റിനേഷനാണിത് ബ്ലൂ ഗ്രോട്ടോ. ഇതിൻ്റെ അകത്തോടെ ഒരു കേവ് ഉണ്ട്. അതിൽ കൂടെയാണ് ബോട്ടിംഗ് എന്ന് തോന്നുന്നു. അങ്ങോട്ട് ബോട്ടിങ്ങിൻ്റെ സൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നല്ല രസമായിരിക്കും അതിൽ കൂടെയൊക്കെ ബോട്ടിംഗ് ഒക്കെ, കാരണം കേവ്സ് കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാൻ നടന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഇവിടെ ഒരു മാൾട്ടീസ് പയ്യൻ ഇവിടെ നിന്ന് ചൂണ്ടിയിടുന്നു. അവൻ കുറേ നേരം കൊണ്ട് ചൂണ്ടിയിടുന്നുണ്ട്, പക്ഷേ മീനൊന്നും കിട്ടുന്നൊന്നുമില്ല. അങ്ങനെ ഏകദേശം ബ്ലൂ ഗ്രോട്ടയെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ അങ്ങോട്ടൊന്ന് പോവുകയാണ് ഇനി. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഉള്ള ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇവിടെ കയറിയിട്ട് ഒരു 2 ബർഗർ കഴിക്കാമെന്ന് വെച്ചു. ഇവിടെ ബർഗറിന് അത്ര വലിയ പ്രൈസ് ഒന്നും അല്ല. ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടും ഇവിടെ ബർഗറിന് ഒരു €3.5 €4 ഒക്കെ വരുന്നുള്ളൂ. ഞാൻ വിചാരിച്ചു നല്ലൊരു €6-7 ഒക്കെ ആവുമെന്നാണ് വിചാരിച്ചത്. അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാലും കഴിക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിട്ടാണ് തോന്നിയത് ഇവിടുത്തെ ബ്ലൂ കേവ്.
അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ബർഗർ വന്നു. വിചാരിച്ച കണക്കല്ല കേട്ടോ, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇവിടുത്തെ ബർഗറിനൊക്കെ. ഞാൻ വിചാരിച്ചു സാധാരണ നമ്മുടെ റൂമിൻ്റെ അടുത്തൊക്കെ ബർഗർ എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള ബർഗറാണ് ഇവിടുത്തത്. കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓക്കെയാണ്. ഇനി നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോകണം, നമ്മുടെ ഫ്ലാറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.